കുട്ടി. നമ്മുടെ ക്രിയക്കുട്ടനും അനിയൻ ആഡ്വർബും എപ്പോഴും വാലിൽ തൂങ്ങി അടിപൊളിയായി നടക്കുന്നത് കണ്ട് വീട്ടിലെ മൂത്ത ചേട്ടന്മാർക്ക് കണ്ണു കടുത്തു. കുഞ്ഞനിയൻ ആഡ്വർബിന്റെ സ്നേഹത്തിന് വേണ്ടി വലിയ തറവാടിയ നാമൻ ചേട്ടനും ചേട്ടനില്ലാത്തപ്പോൾ ചേട്ടന്റെ വേഷം കെട്ടി നടക്കുന്ന സർവനാമൻ ചേട്ടനും തമ്മിൽ വീട്ടിൽ ഭയങ്കര അസൂയയും കുശുമ്പുമായി വഴക്കുമൂത്ത് ഒരു ദിവസം രണ്ടുപേരും കൂടി പരസ്പരം ചെവിക്ക് പിടിച്ച് തിരുമ്മാനും അടിക്കാനും പൂച്ചകളെ പോലെ ബാന്ധാനും തുടങ്ങി. ചോരച്ചീറ്റുന്നായി തല്ല് കണ്ട് പേടിച്ച് അമ്മ ചിന്തിച്ചു, എന്റെ മക്കൾ ഇങ്ങനെ തല്ലുകൂടി ചെവി പറിച്ചാൽ ഇവരെ ഒട്ടിച്ചു നിർത്താൻ ആരാണുള്ളത്? ഇവർക്കായി ഒരു ഫെവിക്കോൾ അരിയും കൂടി വേണം. അങ്ങനെ അമ്മയുടെ ചിന്തയിൽ നിന്ന് ജനിച്ചതാണ് സമാധാനപ്രിയനായ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ മീൻസ് ഉപസർഗാവയം. ജനിച്ചപാടെ കച്ച ചെയ്തത് എന്താണെന്നോ, ചെവിക്ക് പിടിച്ച് നിൽക്കുന്ന മൂത്ത ചേട്ടന്മാരുടെ മധ്യത്തിലേക്ക് അങ്ങോട്ട് കയറിക്കിടന്നു. ചേട്ടന്മാർ അടിക്കാൻ ആരും ഒരുപോയിക്കും പ്രിപ്പോസിഷൻ കുട്ടൻ ഇടയിൽ കയറി പറയും, നാമൻ ചേട്ടൻ കട്ടിലിന്മേൽ ഇരിക്കണം. മേൽ ഇംഗ്ലീഷിൽ ഓൺ എന്ന് പറയും. അപ്പൊ ഇവിടെ പ്രിപ്പോസിഷൻ എന്നത് മേൽ അല്ലെങ്കിൽ ഓൺ എന്നാണ്. സർവനാമൻ ചേട്ടൻ അവരുടെ ഉള്ളിൽ, മലയാളത്തിൽ ഇൽ, ഇംഗ്ലീഷിൽ അതിന് ഇൻ എന്ന് പറയും. ഇവിടെ പ്രിപ്പോസിഷൻ ഇൻ അല്ലെങ്കിൽ ഇല്ലാണ്. അവൻ വന്ന് ഓൺ, ഇൻ, ഫോർ, ബിഹൈൻഡ് എന്നിങ്ങനെ പല അടവുകൾ എടുത്ത് ചേട്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയതോടെ രണ്ടുപേരുടെയും കോപം തണുത്തു. അങ്ങനെ മുമ്പ് അടികൂടിയ നാമവും സർവനാമവും ഇപ്പോൾ പ്രിപ്പോസിഷൻ കുട്ടൻ വിട്ടുകൊടുത്ത പാലത്തിലൂടെ കൈകോർത്ത് പിടിച്ച് വലിയ ലോകത്തിൽ ശാന്തരായി ജീവിക്കുന്നു. പ്രിപ്പോസിഷൻ ഉപസർഗാവ്യം എന്നാൽ എന്ത്? ഒരു വാക്യത്തിലെ നാമവും അല്ലെങ്കിൽ സർവനാമവും മറ്റു വാക്കുകളുമായുള്ള ബന്ധത്തെ കാണിക്കുന്ന പദത്തെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. What is preposition? A word that shows the relationship between a noun or pronoun and another word in the sentence. പുസ്തകം മേശയുടെ മേൽ ഇരിക്കുന്നു. മേൽ ആണ് ഇവിടെ പ്രിപ്പോസിഷൻ. ഇത് സ്ഥാനത്തെ കാണിക്കുന്നു. The book is on the table. On is the preposition here. It shows position. അവൾ 8 മണിക്ക് എത്തി. ക ആണ് ഇവിടെ പ്രിപ്പോസിഷൻ. ഇത് സമയത്തെ കാണിക്കുന്നു. She arrived at 8 o'clock. At is the preposition here. It shows time. അവൻ ശാസ്ത്രത്തിൽ താല്പര്യമുണ്ട്. ൽ ആണ് ഇവിടെ പ്രിപ്പോസിഷൻ. ഇത് താല്പര്യത്തെ കാണിക്കുന്നു. He is interested in science. In is the preposition here. It shows interest. ഇതാണ് കോമൺ പ്രിപ്പോസിഷൻസ്. ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകളൊക്കെ പിന്നീട് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ഇമ്പോർട്ടന്റ് ആയ പ്രിപ്പോസിഷൻസുകൾ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. What is preposition? It connects ideas and adds meaning to a sentence. ഇത് ആശയങ്ങളെ ബന്ധിപ്പിക്കുകയും വാക്യത്തിന് അർത്ഥം നൽകുകയും ചെയ്യുന്നു.